ലോകം നേരിടുന്ന വലിയൊരു പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ന്യൂഡൽഹിയിലെ ഫോണുകൾക്ക് ഇപ്പോൾ വലിയ വിശ്രമമില്ല എന്ന് തന്നെ പറയാം. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടതോടെ ലോക നേതാക്കൾ ഇപ്പോൾ പ്രധാനമായും ഉറ്റുനോക്കുന്നത് ഇന്ത്യയിലേക്കാണ്. യുദ്ധ സാഹചര്യങ്ങൾക്കിടയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ വ്യാഴാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ ചർച്ച നടത്തി. പശ്ചിമേഷ്യയിലെ നിലവിലെ പ്രതിസന്ധിയും ഹോർമൂസ് കടലിടുക്കിലെ സ്വതന്ത്ര നാവിക ഗതാഗതവും പുനഃസ്ഥാപിക്കുന്നതുമാണ് പ്രധാനമായും ചർച്ചയായത്. തന്റെ അടുത്ത സുഹൃത്തായ മാക്രോണിൽ നിന്ന് ഫോൺ കോൾ ലഭിച്ചുവെന്നും ഹോർമൂസ് കടലിടുക്കിൽ സുരക്ഷയും സഞ്ചാര സ്വാതന്ത്ര്യവും അടിയന്തരമായി ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ഇരു നേതാക്കളും അംഗീകരിച്ചുവെന്നും പ്രധാനമന്ത്രി എക്സിലൂടെ അറിയിച്ചു. മേഖലയിലും അതിനപ്പുറത്തും സമാധാനവും സ്ഥിരതയും കൊണ്ടുവരാൻ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ആഗോള ഊർജ വ്യാപാരത്തിന്റെ 1/5 കടന്നു പോകുന്ന ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു കടൽപാതയാണ് ഈ ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത്. എന്നാൽ അമേരിക്കൻ ഉപരോധങ്ങൾക്ക് തിരിച്ചടിയായി ഇറാനും ഇപ്പോൾ അമേരിക്കയും ഈ പാത തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ഏഷ്യയിലെയും യൂറോപ്പിലെയും എണ്ണവാതക വിതരണത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ യുദ്ധം അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപിൽ സമ്മർദ്ദം ചെലുത്താനായി ഗൾഫ് രാജ്യങ്ങളിലെ US കേന്ദ്രങ്ങൾ ടെഹ്റാൻ ലക്ഷ്യമിടുന്നുമുണ്ട്. ഈ സാഹചര്യം UAE, സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലുള്ള ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ സുരക്ഷയെ ബാധിക്കുമെന്നതിനാൽ പ്രധാനമന്ത്രി ഗൾഫ് രാജ്യങ്ങളുടെ തലവന്മാരുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നുമുണ്ട്. മാക്രോൺ മാത്രമല്ല, ചൊവ്വാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മോദിയെ വിളിച്ച് പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെയും ഹോർമൂസ് പാത തുറന്നിടുന്നതിന്റെ ആവശ്യകതയും ചർച്ച ചെയ്തിരുന്നു. ഈ വർഷം ഇരു നേതാക്കളും തമ്മിൽ നടക്കുന്ന 3ാമത്തെ ഫോൺ സംഭാഷണമാണിത്. 40 മിനിറ്റ് നീണ്ട ഈ ചർച്ചയ്ക്ക് ശേഷം US പ്രതിനിധി സെർജിയോ ഗോർ ഊർജ്ജ മേഖലയിൽ അടക്കം വമ്പൻ കരാറുകളിൽ ഇരു രാജ്യങ്ങളും വരും ദിവസങ്ങളിൽ ഒപ്പുവെക്കുമെന്ന് വ്യക്തമാക്കി. ഇസ്ലാമാബാദിൽ നടന്ന പ്രാഥമിക സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ നേരിട്ടുള്ള 2ാം ഘട്ട ചർച്ചകൾ നടന്നേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഈ നീക്കങ്ങൾ. ഇതിനു പുറമെ 40 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഇന്ത്യയിലെത്തിയ ഓസ്ട്രിയൻ ചാൻസലർ ക്രിസ്ത്യൻ സ്റ്റോക്കറുമായും പ്രധാനമന്ത്രി ഇന്ന് വിപുലമായിട്ടുള്ള ചർച്ചകൾ നടത്തി. ഉക്രൈനിലെയും പശ്ചിമേഷ്യയിലെയും സംഘർഷങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഇരുവരും വിലയിരുത്തി. കൂടാതെ പ്രതിരോധം, വ്യാപാരം, അടിസ്ഥാന സൗകര്യം എന്നീ മേഖലകളിൽ 6 സുപ്രധാന കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ട്. തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഒരു സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള നിർണായക തീരുമാനവും ഇതിൽ ഉൾപ്പെടും. ഇന്നത്തെ സംഘർഷഭരിതമായിട്ടുള്ള ലോകത്ത് സൈനിക നീക്കങ്ങളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകില്ല എന്നതാണ് ഇന്ത്യയുടെയും ഓസ്ട്രിയയുടെയും ഒരേ സ്വരത്തിലുള്ള നിലപാട്. പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഉക്രൈനിലായാലും പശ്ചിമേഷ്യയിലായാലും സുസ്ഥിരമായിട്ടുള്ള സമാധാനമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് എന്നാണ്. ആഗോള പ്രതിസന്ധികളെ നേരിടാൻ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ മാറ്റങ്ങൾ അനിവാര്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ചുരുക്കത്തിൽ, ലോക സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഈ ബഹുരാഷ്ട്ര നീക്കങ്ങളിൽ ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള മധ്യസ്ഥന്റെ റോളിലാണ് ഇന്ത്യ ഇപ്പോൾ നിലകൊള്ളുന്നത്. അത് എടുത്തു തന്നെ പറയണം, ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള മധ്യസ്ഥൻ. ന്യൂസ് ഡെസ്ക് കേരള.